നമുക്ക് സമയം കളയാനില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ രേണുവിൻ്റെ വാക്കുകളിൽ ഒന്ന് കേൾക്കാം. രേണു ഇപ്പോൾ എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിപ്പോൾ റെസ്റ്റ് എടുക്കുക. പല പല ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി അത് രേണു തന്നെ പറയണതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ആ രേണു പറയണമെന്ന് കേൾക്കാം. ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്, അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുകയാണ് തലയുടെ. മുഴുവൻ കയ്പാണ്. എന്റെ മുടിയെല്ലാം ഒരുമാതിരി പശ പോലായി. പെടലിയിലെ തൊലിയെല്ലാം പോയി, തലയിലേം തൊലി പോയി. അതുകൊണ്ടാണ് ഹെയർ കട്ട് ചെയ്തത്. ആഗ്രഹം ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷിയാവാൻ, ചുരുക്കി പറഞ്ഞ ഒരു മിഷണറി അല്ലെങ്കിൽ സുവിശേഷകയായിട്ട് പോകാനാണ് ആഗ്രഹം. ഇവിടുന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞ, ഈ രോഗമുക്തി നേടിക്കഴിഞ്ഞ, എന്റെ വർക്ക്, എനിക്ക് കിട്ടുന്ന വർക്കിന്റെ സൈഡിൽ കൂടെ പോകും. പക്ഷെ അതിലും മെയിനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് എന്റെ അനുഭവ സാക്ഷ്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് ആ സ്റ്റേജുകൾ ഞാൻ ഇപ്പോഴും എന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിന്ന് പ്രസംഗിക്കുന്ന കഴിയുമെന്നറിയില്ല, പ്രത്യാശയുണ്ട് കഴിയുമെന്ന്. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുകളുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് തീരെ വയ്യ, എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തലയൊന്നും നേരെ നിൽക്കുന്നില്ല. എങ്കിൽ പോലും എന്റെ ഹെയർ കട്ട് ഞാൻ ചെയ്തു. ഞാൻ അതിനൊരു റീൽ ഇട്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ടു കാണും. പല ആൾക്കാരും അതെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടു. എന്റെ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാനത് ഇടാൻ വെച്ചേക്കുമായിരുന്നു. റീൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് റീൽസ്. അങ്ങനെ ചെയ്ത റീലാണ്. എങ്കിൽ പോലും അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. എന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ വളരെ മോശമാണ്. ഉറക്കമില്ല, ചില സമയം ഓർമ്മ കിട്ടത്തില്ല. മുഴുവൻ കയ്പാണ്. എന്റെ മുടിയെല്ലാം ഒരുമാതിരി പശ പോലായി. പെടലിയിലെ തൊലിയെല്ലാം പോയി. കേട്ടില്ലേ? ഇതിൽ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ രോഗം വന്ന് നമ്മൾ അനുഭവിക്കാൻ നമുക്കറിയാം. അതിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമുക്ക് എത്രത്തോളം അതിനോട് നമുക്ക് മരുന്നുകൾ നമ്മളോട് പ്രവർത്തിക്കാതിരിക്കും. നമ്മുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കില്ല. അപ്പം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ മരുന്നുകൾ ഇപ്പോൾ ശരിക്ക് രേണുവിന് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ ശരീരം റിജക്റ്റ് ചെയ്യാൻ മരുന്നുകളെ, ആ റിജക്റ്റ് ചെയ്യുന്നിടത്തോളം കാലം വളരെ അപകടമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ രേണുവിനോട് പറഞ്ഞില്ലെങ്കിലും ഡോക്ടറെല്ലാം അവർ കുടുംബക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രയും ഒരു കീമോ ഈ ശരീരം താങ്ങാൻ പറ്റുമോ? അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പരിമിതികളുണ്ട്. മെഡിക്കൽ സയൻസിനുണ്ട് കുറേ പരിമിതികൾ. ആ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കീമോകളും അത് കഴിഞ്ഞ് സർജറിയും നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. ഇപ്പോൾ എത്രയും കൂനിൻ്റെ മുകളിൽ കുരു വന്നിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ എത്രത്തോളം ബലവത്താവും എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ്. അതാണ് രേണും പറയണത്, രേണുവിൻ്റെ കുടുംബക്കാരും പറയണത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ 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 ഗുരുതരമായുള്ള സ്ഥിതി കൂടിയാണ് രേണു കടന്നു പോകുന്നത്. പിന്നെ ഓരോ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. അതിൻ്റെ മനസ്സിന് സന്തോഷം. അത് പറയുന്നത് റീൽസ് വലിയ ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അത് ചിലർ തെറ്റിദ്ധരിച്ചിട്ട് വളരെയധികം മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് കിടക്കയിൽ കിടന്നിട്ടും നിനക്ക് രോഗം വന്നിട്ട് നീ മരിക്കാറായിട്ടും നിനക്ക് കാശ് എന്നുള്ള ആർത്തി തീർന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്.
ഒക്കെ വളരെ വളരെ കഷ്ടമാണ്. നിങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരും. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം.